ഇത് തമിഴ്നാട്ടിൽ ഇതിനെ ചീവൽ എന്ന് പറയുന്നു. കേരളത്തിൽ എനിക്കറിഞ്ഞൂട. ഇത് ചീവൽ, ഇത് പച്ചക്കറിയൊക്കെ ചെയ്യുക എടുക്കുന്നത്. ഇത് ഹാൻഡിലാണ്. ഇത് പിന്നെ അറിയാമല്ലോ. ഇത് നമ്മുടെ ഗ്യാസിൻ്റെ അളവ് അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. തീർന്നാലോ ഗ്യാസ് ലീക്കേജ് ആയാലോ എല്ലാം ഇത് അറിയാൻ പറ്റിയ സേഫ്റ്റി ഡിവൈസ് എന്നാണ്. ഇത് ലൈറ്ററിൽ നിന്നിരിക്കുന്ന ഗ്യാസാണ്. ഇത് ഒരു ചെറിയ സ്റ്റവാണ്. ഈ മീൻപിടുത്തക്കാർ കൊണ്ടുപോകുന്ന ഒരു സ്റ്റവാണ്. അത് ഒരു ഗ്യാസുമായിട്ട് ഇണച്ച് വെക്കണം. ഒരു ചെറിയ കുറ്റി ഗ്യാസ് ഉണ്ട്. ഞാനത് കാണിച്ചു തരാം. ഇത് നമ്മുടെ കുക്കർ, നമ്മുടെ ജാറിൻ്റെ ബേസാണ്. മൂട് ജാർ ബേസാണ്. ഇത് പല പലത്തിലുള്ളത്. മിക്സി ജാറിൻ്റെ ഇത് ബട്ടർഫ്ലൈ ഉണ്ട്, ബിഡിയമുണ്ട്, ഗാലക്സി ഉണ്ട്, ബട്ടർഫ്ലൈ, പ്രീതി, അമ്മ ജാറ് എല്ലാത്തിൻ്റെയും ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ ഐറ്റംസ് എല്ലാം ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ, ഞാൻ പറഞ്ഞല്ലോ, ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ്. ഇത് നമ്മളെ ഗ്യാസ് അടുപ്പിൽ കൊച്ചു പാത്രങ്ങൾ വയ്ക്കാൻ വേണ്ടി, പുട്ടുക്കുടം, മീൻചട്ടി അങ്ങനെയുള്ള പാത്രങ്ങൾ വയ്ക്കാൻ വേണ്ടിയുള്ള ഡിസ്പ്ലേ സ്റ്റാൻഡ്. ഇതിനെ പാൻ സ്റ്റാൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതും അത് തന്നെയാണ്. ഞാൻ പുറത്ത് കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. ഇത് ബർണറാണ്. ചെറുതും വലുതും ഗ്ലാസ് ടോപ്പും എല്ലാം ഇതിലുണ്ട്. എല്ലാ ബർണറും ഉണ്ട്. ഇനി സ്ഥലപരിമിതി കുറവായതുകൊണ്ട് എല്ലാം ഒന്നിച്ചാണ് വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ കൊഴുക്കട്ട ഉണ്ടാക്കുന്ന സാധനമാണ്. കൊഴുക്കട്ട ഉണ്ടോ? ഇതിനകത്ത് മാവും തേങ്ങയും എല്ലാം വെച്ചിട്ട് ഇങ്ങനെ വയ്ക്കുക. കാണാൻ പറ്റുന്നു. ഇങ്ങനെ വയ്ക്കുക, ഇങ്ങനെ ഓപ്പൺ ചെയ്യുക. ഇതിനകത്ത് ശർക്കരയും തേങ്ങയും വയ്ക്കുക, രണ്ട് സൈഡ് മാവ് വയ്ക്കുക, അടയ്ക്കുക, എടുക്കുക, വീണ്ടും അതുപോലെ യൂസ് ചെയ്യുക. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 300 രൂപയാണ്. വിലയൊക്കെ കൂടുതലാണ്. ഇത് പിന്നെ ഗ്യാസ് അടുപ്പിൻ്റെ 4 ഉഷ്, പിന്നെ ഡിസ്പ്ലേറ്റ്, അങ്ങനത്തെ ചില്ലറ ഐറ്റംസ്. എനിക്ക് ചെറിയ കടയായതുകൊണ്ട് വിസ്താരമായിട്ടൊന്നും കാണിക്കാൻ പറ്റില്ല. എല്ലാം പറക്കി അടുക്കി വെച്ചിരിക്കുന്നതാണ്. എന്നാലും അച്ഛനെയും അമ്മയും പോയിട്ട് ബാക്കി എല്ലാ സാധനങ്ങളും എൻ്റെ കടയിലുണ്ട്, എല്ലാ സർവീസും. പിന്നെ ഇത് നമ്മുടെ തമിഴ്നാട്ടിലുള്ള ഒരു അരിവടി എന്ന് പറയും. അരിവടി. ഇത് വലുത് 260 തൊട്ട് 200, 150 വരെ ഉണ്ട്. പിന്നെ ഗ്യാസ് അടുപ്പിൻ്റെ സ്റ്റാൻഡുകളാണ് അതൊക്കെ. പിന്നെ ഞാൻ സർവീസ് ചെയ്യണ ഫോട്ടോ എടുത്തിട്ടുള്ള വീഡിയോ പിടിച്ചിരുന്നതായിരിക്കും. പിന്നെ ഒരു മിക്സി ഉണ്ട്, മിക്സിയുടെ ബോഡിയുണ്ട്, പിന്നെ സ്റ്റാൻഡുകൾ, പിന്നെ വീട്ടിലാവശ്യമായ സ്റ്റീലിലുള്ള ചിരവ ഫിറ്റ് ചെയ്ത് വയ്ക്കുന്നത്, ജ്യൂസർ അരിപ്പ് വലുത്, പിന്നെ പ്ലേറ്റ് വയ്ക്കുന്നത്, ഇസ്തിരിപ്പെട്ടി, കെറ്റിൽ, ഇടുക്കിയും രാമനാഥപുരം എല്ലാം ഇവിടെ ഉണ്ട്. ഇത് കെറ്റിലാണ്. അറിയാമല്ലോ അതിൻ്റെ ഉപയോഗം. ഇത് ഫിൽറ്റർ ജ്യൂസറാണ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 450 രൂപയാണ്. ഇത് നമ്മൾ ചെറിയ മണ്ണുള്ള സ്റ്റവ്, എല്ലാ സാധനങ്ങൾക്കും സമീപിക്കുക. ന്യൂ സൂര്യ ഗ്യാസ് സ്റ്റവ് സർവീസ്, മാർത്താണ്ഡം. കടയാണ്. എൻ്റെ കടയാണ്, കണ്ണ് വയ്ക്കരുത്. കുഞ്ഞു കടയാണെങ്കിലും എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ എന്ന് കണ്ണ് വയ്ക്കരുത്. എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ല, സ്റ്റാൻഡുകൾ എല്ലാം ഞാൻ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. എനിക്ക് വെക്കാനുള്ള സ്ഥലപരിമിതി കാരണം ഞാൻ എല്ലാം തൂക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ കടയിലൊരു കസ്റ്റമർ വന്നു. 45 രൂപ. ഗ്യാസ് ട്യൂബാണ്. പ്രസ്റ്റീജ് ബട്ടർഫ്ലൈയുടെ നല്ല ട്യൂബാണ്. ബട്ടർഫ്ലൈയുടെ നല്ല 1-ാം തരം ട്യൂബാണ്. 5 വർഷ ഗ്യാരൻ്റി ഉണ്ട്. എല്ലാ ട്യൂബും നല്ലത് തന്നെയാണ്, എന്നാലും അത് കുറച്ചുകൂടെ നല്ലതാണ്. സ്റ്റാൻഡുകൾ, ചൂല. എന്നിടയ്ക്ക് എനിക്ക് ചൂല് വെക്കാനൊന്നും സ്ഥലമില്ല, അതുകൊണ്ട് ഞാൻ അവിടെ തന്നെയാണ് ചൂലെല്ലാം വെച്ചിരിക്കുന്നത്. അതിൻ്റെ അടിയിലോട്ടൊക്കെ സാധനങ്ങളുണ്ട്. ഇനി നുള്ളിപ്പറക്കി എടുക്കാനൊന്നും പറ്റില്ല. ഞാൻ സർവീസ് ചെയ്യുമ്പം കാണിച്ചു തരുന്നത്. ഇതാണ് എൻ്റെ ക്ഷേത്രം.
ഇത് എൻ്റെ ഗണപതി ഭഗവാൻ, ഇതെൻ്റെ കുബേരൻ, ഇതെൻ്റെ ജീവനായ കൽപ്പാലത്തടി യക്ഷിയമ്മ. ഇത് ഗ്രൈൻഡറിൽ വെച്ച് തിരുവണ ചിരവയാണ്. ഗ്രൈൻഡറിൽ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ചെറുത് ഇതാ കിടക്കും. പിന്നെ റെഗുലേറ്ററാണ് ഇതായിരിക്കുന്നത്. പിന്നെ ചെറിയ ചില സാധനങ്ങൾ, തൂക്കുപാത്രം. അടുത്ത് ഹോസ്പിറ്റലുള്ളതുകൊണ്ട് ഞാൻ തൂക്കുപാത്രം, ഗ്ലാസ്സുകൾ എല്ലാം വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ആരെങ്കിലും വരുമ്പോൾ കൊടുക്കാം. ആരെങ്കിലും എപ്പോഴെങ്കിലും വരുമ്പോൾ അവർ നിരാശയോടൊപ്പം ഉണ്ടല്ലോ, അതുകൊണ്ട് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇത് എണ്ണ ഒഴിക്കുന്ന എണ്ണയ്ക്കാനാണ്, അറിയാമല്ലോ. ഇത് ഫ്രൂട്ട്സൊക്കെ മൂടുന്നതാണ്. ഇത് ലൈറ്ററാണ്. ഇത് നാരങ്ങ പിഴിയണതാണ്. ഇത് പാത്രം കഴുകണതാണ്. ഇത് ജാറുകളാണ്. എനിക്ക് വയ്ക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് മുകളിലൊക്കെ ഞാൻ കെട്ടി തൂക്കിയൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും എൻ്റെ കടയിലുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്ക് തരിക. പിന്നെ പുറത്ത് എല്ലാ സാധനങ്ങളും ഞാൻ വെച്ചിട്ടുണ്ട്. മുറമല്ല, എന്തോ തമിഴ്നാട്ടിലുള്ള ചുള എന്നറിയപ്പെടുന്ന ഒരു സാധനമാണ്. പിന്നെ സാധനങ്ങളെല്ലാം ഇതിൻ്റെ അടിയിൽ ഉണ്ട്. നാളെ ഞാൻ നല്ല രീതിയിൽ വീഡിയോ ഇടുന്നതായിരിക്കും.